ഹലോ എവരിവൺ, ഇവിടെ നമ്മൾ ഉച്ചയ്ക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്ന് ഈവനിങ് ആണ്, നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം. ഈവനിങ് കുറച്ച് പരിപാടി ഉണ്ട്. ഇവിടെ 24/7 ആണ് ജിം വർക്കിങ്. ഇപ്പം ഞാൻ പോണത് പുതിയ ജിമ്മാണ്. ഈ ജിമ്മിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇവന്മാർ സെല്ല് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ജിമ്മിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ബട്ട് കുറച്ച് പരിപാടി ഇവന്മാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. കഴിഞ്ഞ മാസം ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് എല്ലാം ഫ്രഷാണ്. ന്യൂ എക്യുപ്മെൻറ്റ്സ്, പ്രൗഡിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ നല്ല ഭയങ്കര സ്ഥലമുണ്ട്. ഇത് ഡ്രസ്സിങ് റൂമാണ്. ഇവിടെ ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് നമ്മുടെ ബാഗേജും കാര്യങ്ങളും ഡ്രസ്സൊക്കെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ടിന് പോകാം. ഇതിൽ ലോക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. എന്നിട്ട് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഈ ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് വേണം പോകാൻ. പൂട്ടി വെച്ചിട്ട് നാളെ ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓരോ പൂട്ടാകുമ്പോൾ ഇവിടെ സ്ഥലം തികയില്ല. അപ്പോൾ വർക്കൗട്ട് പോകുന്ന സമയത്ത് പൂട്ടി പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താക്കോലും പൂട്ടും കൊണ്ടുപോകാം. ദെൻ ടോയ്ലറ്റ്, വാഷ്റൂം നീറ്റാണ്. കുളിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് രണ്ടും കംപ്ലൈൻ്റ് ആണ്. ബാത്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കിനൊക്കെ പോണവർക്കാണെങ്കിൽ ഇപ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ട് വന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വീട്ടിലേക്ക് പോകാം. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. ബിക്കോസ് അവർ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന് അത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിൻ്റെ ഉള്ളിലെ സപ്ലിമെന്റ്സിൻ്റെ ഒരു കളക്ഷൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ സെല് ചെയ്യാൻ വെച്ചിട്ടാണ്. എന്തൊക്കെ സപ്ലിമെന്റ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ ഐസോട്ടോണിക് ഡ്രിങ്ക്സ്, അതായത് വിറ്റാമിൻ എനർജി ഡ്രിങ്ക്സിന്റെ ഒരു കളക്ഷൻസ് ആണത്. ഓഷി എന്നുള്ള ബ്രാൻഡാണിത്. അതായത് നമുക്ക് ടയേർഡ് ആകുമ്പോൾ ഡ്രിങ്ക് ചെയ്യാനുള്ള എനർജി ഡ്രിങ്ക്സ്, അതിന്റെ ഒരു കളക്ഷൻസ് ആണിത്. ഇത് സാധാരണ മിനറൽ വാട്ടർ അങ്ങനെ സെറ്റപ്പ്. ഇത് റെഡ് ബുള്ള് അങ്ങനത്തെ കാര്യങ്ങൾ. ഇറ്റ്സ് ലൈക്ക് എനർജി ഡ്രിങ്ക് സെക്ഷൻ. ഇവിടെ വരെ വേ പ്രോട്ടീൻ്റെ ഒരു സെക്ഷനാണ്. ഐസൊലേറ്റഡ് ഉണ്ട്. ഒളിമ്പിന്റെ പ്രൊഡക്റ്റ് ആണിത്. ഒളിമ്പ് എന്ന് വെച്ചാൽ ഒരു യൂറോപ്പിൽ തന്നെ ഒരു നല്ലൊരു പ്രീമിയം നല്ലൊരു പ്രൊഡക്റ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവമാണ് ഒളിമ്പ്. ആ ഒളിമ്പിന്റെ വേ പ്രോട്ടീൻ, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, അങ്ങനത്തെ ഒരു കളക്ഷൻസ് ആണ് ഇത് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ ക്രിയേറ്റിൻ, ഒളിമ്പിന്റെ ക്രിയേറ്റിൻ തന്നെ. ഓൾറെഡി ഞാൻ റോക്കി അത്ലറ്റിക്സിന്റെ ക്രിയേറ്റിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഹ്യൂജ് പാക്ക് ഉണ്ട്, ചെറുതും വലുതായിട്ടൊരു പാക്കുണ്ട്. ഇത് അമിനോ ആസിഡ്സ് ആണ്. അമിനോ EAA, ഇത് BCAA, ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. വേറെ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് തെർമോസ്പീഡ് എക്സ്ട്രീം ഫാറ്റ് ബേണർ ആണ്. നാട്ടിൽ ഈ സാധനത്തിന് 3000 സംതിങ് റേറ്റ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു നാട്ടിൽ ഈ സാധനം പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് അറിയിക്കാൻ മാത്രമേ കേട്ടോ, പ്രൊമോഷനൊന്നുമല്ല. ജസ്റ്റ് ഞാൻ പറയാം, ഫാറ്റ് ബേണറിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇത്. ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഇത് ഇവിടുത്തെ ബ്രാൻഡാണ് ബുഗിമാൻ എന്ന് പറഞ്ഞിട്ട്, നല്ല ബ്രാൻഡാണ്. അതിന്റെ പ്രോട്ടീൻ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ, പ്രീ വർക്കൗട്ടുകൾ, ഷോട്ട് എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷോട്ടുകൾ ഉണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ജിമ്മിന്റെ ഉള്ളിൽ സെല്ല് ചെയ്യണത്. മനസ്സിലാവുണ്ടോ? ഓക്കെ, ഇത് പിന്നെ എന്താ പറയാ, ഫാറ്റ് ബേണേഴ്സ് ഉണ്ട്, അതുപോലെ അശ്വഗന്ധ, അതുപോലെ തന്നെ വിറ്റാമിൻ C. ഇങ്ങോട്ട് വരുമ്പോൾ ബയോടെക് USA എന്താ പറയാ വേ പ്രോട്ടീൻ ആണ്. ബയോടെക് USA പ്രീമിയം പ്രൊഡക്റ്റ് ആണ്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വേ പ്രോട്ടീന്. അപ്പോൾ ഒളിമ്പിന്റെ ബയോടെക് USന്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് അത്യാവശ്യം പ്രീമിയം സാധനങ്ങൾ ഇവിടെ സെല്ല് ചെയ്യണം ജിമ്മിൽ. അതായത് ഇത് ബയോടെക് USന്റെ ക്രിയേറ്റിൻ, ആ പരിപാടി. ഞാൻ ഇന്നലെ ബയോടെക് USന്റെ ഒരു TST GHന്റെ ഒരു ഇതിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പിന്നെ എൽ കാർണേറ്റ് ഇവിടെ അതിന്റെ ടാബ്ലറ്റ്സ്, മെഗാ ക്യാപ്സ് ആണ്. എക്സ്ട്രീം ആണിത്. ഇതിന്റെ വേറെ ഹാർഡ് കോർ വേറെ ഉണ്ട്. അപ്പോൾ എൽ കാർട്ടിൻ വരെ ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട് ജിമ്മിൽ. കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ജിമ്മിൽ ഇത് മാനേജ് ചെയ്യണത് ഗേൾസ് ആണ്. അതായത് പുതുതായി സ്റ്റാർട്ട് ചെയ്ത ഒരു ജിമ്മിൽ ഒരു 4 ഗേൾസ് ഉണ്ടാവും. ഈ 4 പെൺകുട്ടികളാണ് ഇത് മാനേജ് ചെയ്യണത്. ഞാൻ വർക്കൗട്ട് ചെയ്ത സ്ഥലത്തൊക്കെ ഏകദേശം പെൺപിള്ളേർ തന്നെയാണ് റിസപ്ഷനിലും അതുപോലെ മാനേജറൊക്കെ ആയിട്ടുള്ളത്. ഇവരിത് എന്താ പറയുക, ഒരു പ്രീമിയം ജിമ്മ് ഇവരിത് കൊണ്ട് നടക്കണം. അത്ഭുതപ്പെട്ടു പോയി. ഇതിനകത്ത് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു ഡെയിലി 200 പേരൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ അവർ അത്രത്തോളം അത് ടേക്ക് ചെയ്ത് കൊണ്ടുനടക്കണമെങ്കിൽ അവരൊരു കഴിവാലോചിക്കും. പിന്നെ ട്രെയിനർമാർക്ക് നമുക്കിവിടെ ട്രെയിനർ നിർബന്ധമൊന്നുമില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ട്രെയിനർ വന്നിട്ട് അങ്ങനെ പറഞ്ഞു തരുന്നില്ല. നമ്മൾ തന്നെ ട്രെയിനർ. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം
എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇവരോട് ചോദിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഈ പെൺപിള്ളേർ പെൺകുട്ടികൾ ഇത് കൊണ്ടുനടന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. സത്യം പറയാം, ഭയങ്കര ഭയങ്കര വണ്ടറിങ് ആണ് ഇവരെ ആറ്റിറ്റ്യൂഡ്, ഇവരുടെ ഒരു മാനേജിങ് ഒക്കെ സൂപ്പറാണ്. ഇത് കണ്ടോ, നീണ്ടു നിവർന്ന് കിടക്കാണ്. ഇത് ഹൈഡ്രോക്സിന്റെ ഏരിയ. ഇതിങ്ങനെ ഹൈഡ്രോക്സ്, ഇതുപോലെ ഡെഡ് ലിഫ്റ്റ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇങ്ങോട്ട് വെയിറ്റ് ട്രെയിനിങ് ഇവിടെ മുതൽ ആറ്റം വരേണ്ടത്. അതായത് ഓരോ ജിമ്മ് വരുമ്പോഴും ഇവര് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരണം. കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന വാർസോയിലാണ്. ഇവര് പറയണ വെച്ചാൽ വാർസോയിൽ തന്നെ ഏറ്റവും വലിയ ജിമ്മ് അതാണ് ഇപ്പൊ ഇവര് പറയുന്നത്. ആ ജിമ്മിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത്. അവർ ആ ഒരു ലേബലിലാണ് ഇത് ഇറക്കിക്കണത്.